ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ 2011 ഷാറുഖ് ഖാന്റെ റെഡ് ചില്ലീസ് VFX കമ്പനി പൂണ്ട് വിളയാടിയ സിനിമയായിരുന്നു റാവൺ. ബോളിവുഡ് ആണ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയിപ്പിച്ച ബോളിവുഡിന്റെ പ്രതാപകാലത്തിൽ പുറത്തിറങ്ങി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർ അഭിനയിച്ച മൂവിയായിരുന്നു റാവൺ. ഏകദേശം 150 കോടി ബഡ്ജറ്റിൽ വന്ന് വേൾഡ് വൈഡ് 200 കോടി മാത്രം കളക്ട് ചെയ്ത് ബ്രേക്ക് ഈവൺ ആയ സിനിമയായിരുന്നു ഇത്. ഈ സിനിമയ്ക്ക് നേരിടേണ്ടി വന്ന ഈ തിരിച്ചടികളുടെ കാരണങ്ങളെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? റാവൺ മൂവിയെ പറ്റിയുള്ള അനാലിസിസ് വീഡിയോ ആണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ബഡ്ജറ്റിലും ഹൈപ്പിൽ ഇറങ്ങുന്ന ഒരു ഷാറുഖ് ഖാൻ ചിത്രം എന്നതിലുപരി എന്തിനും കൃഷ്യം പോലെ ഒരു സൂപ്പർ ഹീറോ മൂവി ആയിട്ടാണ് റാവൺ സിനിമയെ ഇവർ മാർക്കറ്റ് ചെയ്തത്. ജീവന്റെ ടോയ്സ്, ഡിഷ് ടിവിയിലെ റാവൺ വീഡിയോ ഗെയിം ഇവയൊക്കെ ഈ സിനിമയുടെ പ്രൊമോഷന്റെ ആക്കം കൂട്ടി. അക്കാലത്തെ ട്രെൻഡ് സെറ്റർ ആയ ഏക്കോണിനെ ഇന്ത്യയിൽ എത്തിച്ച് കിടു 2 പാട്ടും പാടിച്ച് അത് ഇന്ത്യ മൊത്തം വൈറലാക്കി. അതിലെ ചമ്മക്ചരോ പാട്ട് ടൂറിസ്റ്റ് ബസ്സിലും ഡാൻസ് പാട്ടിലും ഒഴിച്ചുകൂടാനാകാത്ത പാട്ടായിട്ട് മാറി. ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മാത്രം 30 കോടി രൂപയോളം പൊട്ടിച്ചെന്നാണ് അക്കാലത്ത് റിപ്പോർട്ട്സ് വന്നിരുന്നത്. അടുത്തതായിട്ട് ഈ സിനിമയുടെ VFX വർക്ക് എടുത്തു പറയേണ്ടതാണ്. പണ്ട് ഈ സിനിമ ഞാൻ കാണുമ്പോൾ റോഡ് റോളർ കയറിയ റാവൺ വീണ്ടും ആ കട്ടകൾ കൂടി ചേർന്ന് റാവണായി മാറുന്നതും ജീവന്റെ എൻട്രി ഫൈറ്റും എല്ലാം വാ പൊളിച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടായിരുന്നു റെഡ് ചില്ലീസ് ഈ സിനിമയുടെ VFX ചെയ്തത്. അതിനൊത്ത് ആ സീൻസിനെ എൻഗേജ് ആക്കുന്ന BGM വർക്ക്സും ഇതിന്റെ പോസിറ്റീവാണ്. ഈ സിനിമയുടെ കൺസെപ്റ്റും ഐഡിയ അടിപൊളിയായിരുന്നു. ഇതുവരെ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ കാണാത്ത ഒരു കൺസെപ്റ്റ് ആയിരുന്നു. മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള സൂപ്പർ ഹീറോ മൂവീസും സയൻസ് ഫിക്ഷൻ മൂവീസിലൊന്നും വരാത്ത ഒരു ഡിഫറെന്റ് ടൈപ്പ് പ്ലോട്ടായിരുന്നു ഇത്. ഷാറുഖ് ഖാൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നു, അതും ഡബിൾ റോള്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിരുന്നത്. അക്കാലത്ത് പ്രേമവും മോട്ടിവേഷണൽ മൂവീസ് ഒക്കെ ചെയ്തു പോകുന്ന ഇൻഡസ്ട്രിയിൽ ടോപ്പ് സ്റ്റാർ ആയ ഷാറുഖ് ഖാൻ ഒരു സയൻസ് ഫിക്ഷൻ മൂവി ആയിട്ട് ധൈര്യപൂർവ്വം കടന്നു വന്നു. റാവണിലെ കോസ്റ്റ്യൂം ഒക്കെ വളരെ മികച്ചതായിരുന്നു. എസ്പെഷ്യലി ആ ജീവന്റെ ബ്ലൂ ലൈറ്റ് കൊടുക്കുന്ന ഡിസൈൻ ഒക്കെ ഒരു ഹോളിവുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് തന്നത്. 200ഓളം സ്യൂട്ടിന്റെ ഡിസൈനിൽ നിന്നാണ് ജീവന്റെ സ്യൂട്ട് ചൂസ് ചെയ്തതെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. റാവണും കിടിലൻ സ്യൂട്ട് ഉണ്ടായിരുന്നെങ്കിലും ഒരു മുഖം കൊടുക്കാതിരുന്നത് ഒരു കല്ലുകടിയായിട്ട് സിനിമയിലുടനീളം അനുഭവപ്പെട്ടു. ഇത്രയും പോസിറ്റീവ്സ് ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് കൂടെ ഈ സിനിമയുടെ ഓവറോൾ റിസൾട്ട് പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയർന്നില്ലായിരുന്നു. അതിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഈ സിനിമ ലാലേട്ടന്റെ റീസെന്റ് മൂവി ബറോസ് പോലെ കുട്ടികൾക്ക് വേണ്ടി എക്സിക്യൂട്ട് ചെയ്തതായിരുന്നു. പക്ഷെ പിന്നീട് ഇതിലേക്ക് ഒരു വൈഡർ ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിൽ കുറെ മാറ്റങ്ങൾ വരുത്തി. മിസ്റ്റർ ബീന്റെ കണ്ടുപറഞ്ഞ പല ഹോളിവുഡ് കോമഡി മൂവീസിന്റെ ഒക്കെ കോമഡി സീൻസ് സീൻ ബൈ സീൻസ് ഈ പടത്തിൽ ഉൾപ്പെടുത്തി. കുറെ ക്രിഞ്ച് അഡൾട്ട് ജോക്സും വൾഗർ ജോക്സും എല്ലാം ഉൾപ്പെടുത്തി ഈ ഒരു സിനിമയുടെ ക്യൂരിയസ് മോഡ് സ്പോയിൽ ചെയ്തു. ഒരു സീരിയസ് മൂഡിൽ ഇറക്കേണ്ടിയിരുന്ന ഈ സിനിമ അനാവശ്യ ചെളികൾ ചേർത്ത് വഷളാക്കി. പക്ഷെ ഇവർക്ക് ഈ ധൈര്യം കിട്ടിയത് കൃഷിയിൽ നിന്നും എന്തിരിൽ നിന്നും കോയി മിൽഗയിൽ നിന്നും ഒക്കെയാണെന്ന് വ്യക്തമാണ്. കാരണം ഈ സിനിമകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി സീൻസ് ഉൾപ്പെടുത്തിയിരുന്നു. ഈ 3 സിനിമകളുടെ കാര്യത്തിൽ ഈ തമാശകളെല്ലാം സിറ്റുവേഷൻസും കഥയായിട്ടൊക്കെ ബ്ലെൻഡ് ആവുന്ന വിധമാണ് ഉപയോഗിച്ചത്. ആ ഇൻസ്പിറേഷൻ എടുത്ത് റാവൺ കുറെ ക്രിഞ്ച് ചെളി കോമഡികൾ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് പടം മൊത്തത്തിൽ വഷളാക്കി കളഞ്ഞു. മറ്റൊരു നെഗറ്റീവാണ് കോമാളിയെ പോലെ തോന്നിക്കുന്ന ശേഖരന്റെ ക്യാരക്ടർ. മിസ്റ്റർ ബീൻ കോമഡികൾ കോർത്തിണക്കിയും ഡബിൾ മീനിങ് ജോക്സ് ഒക്കെ ആയിട്ട് മട്ടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഇത്. ഒരു ക്രിയേറ്റർ, അതും സിനിമയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 2 ക്യാരക്ടറിനെ മേക്ക് ചെയ്ത ശേഖർ ഇത്ര വൾഗർ ആയത് പ്രേക്ഷകർക്ക് അത്ര പിടിച്ചില്ല. എന്തിരല്ലോ വസീകർ ഇതുപോലെ ചെളിയൊക്കെ അടിച്ച് നടക്കുന്ന ഒരു വൾഗർ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തിരന്റെ വെർഡിറ്റ് തന്നെ മാറിപ്പോയാണ്. ഈ സിനിമയ്ക്ക് വില്ലന്റെ പേരാണ് ഇട്ടത്. സോ അത്രയും ഡെവിളിഷ് ആൻഡ് ഇമ്പോർട്ടന്റ് ആണ് വില്ലൻ എന്ന് നമുക്ക് ഉള്ളിൽ ഒരു ചിന്ത വരും. പക്ഷേ ഇവിടെ വില്ലന് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി പോലും ഇല്ല, ഒരു മുഖം പോലും ഇല്ല. ആദ്യം റാവൺ കൺട്രോൾ ചെയ്യുന്ന ആ ചൈനക്കാരനെയോ അർജുൻ രാംപാലിനെയോ ഒക്കെ വെച്ച് ഒരു മുഴുനീള വില്ലൻ റോൾ ആയിരുന്നെങ്കിൽ റാവൺ ക്യാരക്ടർ കുറച്ചുകൂടെ എൻഹാൻസ് ആയനെ. കരീനയുടെ രൂപം കൊടുത്ത് ജീവന്റെ ഒപ്പം നേവലായിട്ട് ഡാൻസ് കളിച്ച റാവണൊക്കെ ഓർക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഒട്ടും ഡെപ്ത് ഇല്ലാതെ ഒരു എലവേഷനും ഇല്ലാതെ ചുമ്മാ ആ പയ്യന്റെ ഫാമിലിയുടെ പിന്നാലെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരാൾ എന്നതിലുപരി മറ്റൊന്നും വില്ലനെ അവകാശപ്പെടാനില്ലായിരുന്നു. ആ ചൈനക്കാരനായിട്ടുള്ള ചേസിംഗ് സീനും ജീവന്റെ ഇൻട്രോ ഫൈറ്റും തന്ന ഓളം പിന്നീട് ആ സിനിമയിൽ എവിടെയും കിട്ടിയിട്ടില്ല. സിനിമയുടെ ആദ്യ 30 മിനിറ്റിലെ കുറച്ച് ചെളികൾ മാറ്റി നിർത്തിയ ഒരു അബവ് ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. ഇന്റർവെൽ ബ്ലോക്കൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ സിനിമയുടെ ഗതി തന്നെ മാറിപ്പോയി. ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസിലേക്ക് സെക്കൻഡ് ഹാഫ് ചുരുങ്ങി. ക്ലൈമാക്സ് ഒന്നും ഒരു ഫീലും തോന്നാതിരുന്നത് സെക്കൻഡ് ഹാഫിലെ ലേസി സ്ക്രീൻ പ്ലേ കാരണമായിരുന്നു. ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എത്ര മനോഹരമാണെങ്കിലും സെക്കൻഡ് ഹാഫ് പോയാൽ പടമേ കഴിയുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് വിജയുടെ ലിയോ. സത്യത്തിൽ ലേസി സ്ക്രീൻ പ്ലേ തന്നെയായിരുന്നു ഈ സിനിമയുടെ വില്ലൻ. അനാവശ്യമായ ചിട്ടിയുടെ ഇൻട്രോ സീൻ, കോമഡി ആക്കി കളഞ്ഞ എയർപോർട്ട് ഫൈറ്റ് സീനൊക്കെ പടം കൂടുതൽ അവരാധാക്കി. മുന്നത്തെ കൊല്ലം, അതായത് 2010 ഇന്ത്യ ഒട്ടാകെ വണ്ടർ അടിച്ച ഇന്ത്യയിലെ ട്രെയിൻ സീന് Ctrl+C Ctrl+V അടിച്ച് ഇവിടെയും പ്ലേസ് ചെയ്തു വെച്ചു. ഒരു സിനിമ പ്രേക്ഷകർക്ക് കണക്ട് ആവണമെങ്കിൽ ഏറ്റവും വലിയ ഘടകം ആ സിനിമയായിട്ട് പ്രേക്ഷകർക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ വരണം എന്നാണ്. ഇവിടെ ശേഖറും പ്രതാപുമായിട്ടോ ശേഖറും കരീനയായിട്ടോ ഒരു കണക്ഷനും പ്രേക്ഷകർക്ക് തോന്നിയില്ല. കാരണം സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അച്ഛനെ ഒരു വില കൊടുക്കാതെ പെരുമാറുന്ന മകനെ പോലെയായിരുന്നു പ്രതീകിന്റെ ക്യാരക്ടർ. സിനിമ കണ്ടാൽ തോന്നും അവന് അച്ഛനേക്കാൾ ഇഷ്ടം ജീവനായിരുന്നെന്ന്. സോ പെട്ടെന്ന് അച്ഛൻ മരിക്കുമ്പോൾ അതേ മുഖമുള്ള ജീവനെ കാണുമ്പോൾ അച്ഛനെ ഓർമ്മ വരുന്നതും അച്ഛനെ പോലെ തോന്നിപ്പിക്കുന്നതൊക്കെ പ്രേക്ഷകർക്ക് ഒരു ഫീലും വരുത്തിയില്ല. അച്ഛൻ തട്ടിപ്പോയ ചെക്കൻ ദിവസങ്ങൾക്കുള്ളിൽ ജോലിയായിട്ട് പെണ്ണുങ്ങളൊക്കെ ഇംപ്രസ് ചെയ്ത് നടക്കുന്നതൊക്കെയാണ് ഇതിൽ സീൻസ് ആയിട്ട് കാണിച്ചു വെച്ചേക്കുന്നത്. ഇനി കരീനയുടെ ക്യാരക്ടറിലേക്ക് വന്ന അതിന്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. ഭർത്താവ് മരിച്ചു, ഓക്കെ,
കുറച്ച് മേക്കപ്പ് ഇടാം, റോബോട്ടായ ജീവനം വെച്ച് കുറച്ച് റൊമാൻസ് കളിക്കാം, ഒരു ഐറ്റം ഡാൻസ് ഒക്കെ ചെയ്യാം. ഇതിലൊക്കെ ഉപരി ആ ഭർത്താവായിട്ട് ഒരു ഇമോഷണൽ ആയിട്ടും ഫീൽ ചെയ്തില്ല. അഹങ്കാരിയായ, അച്ഛനെ വിലയില്ലാത്ത മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മ. അങ്ങനെയാണ് എനിക്ക് കരീനയുടെ ക്യാരക്ടർ കണ്ടപ്പോൾ തോന്നിയത്. ഏതാണ് തങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന കൺഫ്യൂഷൻ ഈ മൂവിക്ക് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആദ്യം ഇവർ കുട്ടികളെയായിരുന്നു ഓഡിയൻസ് ആയിട്ട് ടാർഗറ്റ് ചെയ്തത്. പിന്നീട് സൈഫൈ ഓഡിയൻസിനെയും ഷാറുഖ് ഖാന്റെ ഫാൻസിനെയും ഫാമിലിയെയും എല്ലാം ടാർഗറ്റ് ചെയ്തിട്ട് സ്ക്രിപ്റ്റിൽ ചേഞ്ചസ് വരുത്തി. പക്ഷെ കുട്ടികളെ മാത്രമാണ് ആ കാലത്ത് ഈ സിനിമയ്ക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആയുള്ളൂ. ഈ സിനിമയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഷാറുഖ് ഖാൻ ആയിരുന്നെങ്കിലും ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആയതും ഷാറുഖ് ഖാന്റെ സ്റ്റാർഡമായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാൻസിനെ കൂടെ തൃപ്തിപ്പെടുത്താനായിട്ട് കുറച്ച് ബോളിവുഡ് മസാല സീൻസ് കൂടെ ഇതിലേക്ക് ആഡ് ആക്കേണ്ടി വന്നു. 5 പേര് കൂടിയാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേയും ഡയലോഗ്സും എല്ലാം എഴുതിയിരിക്കുന്നത്. എന്നിട്ടും ഈ സിനിമയുടെ മെയിൻ ഫോൾട്ട് സ്ക്രിപ്റ്റിൽ തന്നെയായിരുന്നു. അതുകൂടാതെ സയൻസ് ഫിക്ഷൻ പ്രോജക്റ്റിലുള്ള ഡയറക്ടറുടെ പരിചയക്കുറവും ഈ സിനിമയുടെ ഡൗൺഫോളിന് കാരണമായി. ആ കാലത്ത് സയൻസ് ഫിക്ഷൻ തീമായി വരുന്ന ചുരുക്കം ചില പടങ്ങൾ മാത്രമേ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തിരുന്നുള്ളൂ. കാലം തെറ്റിയിറങ്ങിയ സിനിമയാണിതെന്ന് ആളുകൾ പറയുമ്പോഴും VFX-ൽ കൊടുത്ത ശ്രദ്ധ സ്ക്രിപ്റ്റിലും വില്ലന്റെ ക്യാരക്ടറിലും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഈ സിനിമ എന്തിരൻ പോലെ ആ കാലത്തെ മികച്ച സിനിമയായിട്ട് മാറിയാണ്. ഇപ്പോഴും എന്റെ ഫേവറേറ്റ് ഫിക്ഷൻ മൂവികളിൽ ഒന്നാണ് റാവൺ. ഇപ്പൊ ഇറങ്ങുന്ന പല മൂവികളും കോടികൾ VFX-ൽ പൊട്ടിച്ച് പാളി പോകുമ്പോഴാണ് ഈ സിനിമയിൽ VFX ഒക്കെ എത്ര കീടുമായിരുന്നെന്ന് മനസ്സിലാവുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ്. സോ ആ സെൻസിൽ എടുക്കുക. എന്തൊക്കെയായാലും കുഞ്ഞുനാളിൽ ഈ സിനിമ കണ്ടപ്പോൾ നന്നായി തന്നെ ആസ്വദിച്ചിരുന്നു. റീസെന്റ് ആയിട്ട് ഈ മൂവി കണ്ടപ്പോൾ വന്ന നൊസ്റ്റാൾജിയ പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. പണ്ട് വീട്ടിൽ ഡിഷ് TV ഒന്നും ഇല്ലാത്തതുകൊണ്ട് സൈക്കിളോട്ട് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് റാവൺ ഗെയിം കളിച്ചൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് കൂടാതെ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമന്റ്സിൽ പറയാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.